തളിപ്പറമ്പുകാർക്ക് ഇനി ഉത്സവത്തിന്റെ നാളുകൾ. ദക്ഷിണ ഭാരതത്തിലെ അതിപ്രധാന ശ്രീകൃഷ്ണ സങ്കേതങ്ങളിലൊന്നായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തന്ത്രി കാമ്പ്രത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭക്തജനങ്ങളെ സാക്ഷിയാക്കി തന്ത്രി കാമ്പ്രത്തില്ലത്ത് രാജേഷ് നമ്പൂതിരിയാണ് കൊടിയുയർത്തിയത്. നൈവേദ്യത്തിന് ശേഷമുള്ള അഭിഷേകം, ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിക്കാത്ത ആചാരം തുടങ്ങി തനിമയാർന്ന ഒട്ടേറെ പ്രത്യേകതകളുള്ള പുണ്യസങ്കേതമാണ് തൃച്ചംബരം. കംസവധത്തിന് ശേഷമുള്ള ഭഗവാന്റെ ഭാവമാണ് ഇവിടുത്തെ കണ്ണനെന്നാണ് വിശ്വാസം. തളിപ്പറമ്പിന്റെ 14 ദിനരാത്രങ്ങളെ ഗോവിന്ദം വിളികളാൽ മുഖരിതമാക്കാൻ വെള്ളിയാഴ്ച 1 മണിയോടെയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് കൊടിയേറ്റ് നടന്നത്. തൃച്ചംബരത്തപ്പനായ ഭഗവാൻ ശ്രീകൃഷ്ണനും ജ്യേഷ്ഠ സഹോദരനായ മഴൂരപ്പൻ ബലരാമനും തമ്മിലുള്ള ഒത്തുചേരലിന്റെയും സാഹോദര്യത്തിന്റെയും ബാലലീലകളുടെയും പ്രതീകമാണ് തൃച്ചംബരം ഉത്സവം. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെ ദേശീയപാതയിലുള്ള പൂക്കോത്ത് നടയിലാണ് പ്രധാന ഉത്സവം നടക്കുന്നത്. കൊടിയേറ്റത്തിന് ശേഷം തൃച്ചംബരത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ബലഭദ്രന്റെ തിടമ്പ് കുംഭം 22-ന് രാത്രി 2 മണിയോടെ തൃച്ചംബരത്ത് എഴുന്നള്ളിച്ചെത്തുന്നതോടെ ആനന്ദ മഹോത്സവത്തിന് തുടക്കമാകും. തുടർന്ന് മീനം 2 വരെ പൂക്കോത്ത് നടയിൽ തിരുനൃത്തം നടക്കും. ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും പുലർച്ചെ പൂക്കോത്ത് നടയിൽ ആനന്ദ നൃത്തമാടുന്നത് ദർശിക്കുവാനും കൂടെ ഓടാനും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. കൊടിയേറ്റ ദിവസമായ വെള്ളിയാഴ്ച ഭക്തർക്കായി അന്നദാനം ഒരുക്കിയിരുന്നു. മാർച്ച് 16 വരെ എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 10 മണി വരെ അന്നദാനത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.